പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് കോൺഗ്രസ്. ഇനി ഒന്നിലും വിട്ടുവീഴ്ചയില്ല. വിജയം മാത്രം ലക്ഷ്യം വെച്ച് ചില പദ്ധതികൾ ഒരുക്കുകയാണ് പാർട്ടി. ഇതിന്റെ ഭാഗമായി ലോക്സഭയിൽ എംപിമാരുടെ പ്രകടനം നിരീക്ഷിക്കാനും വിലയിരുത്താനും കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ഇതിനായി സംവിധാനം ഒരുക്കുമെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ എംപിമാരെ രാഹുൽ ഗാന്ധി അറിയിച്ചു. സഭാ നടപടികളിലെ പങ്കാളിത്തം, വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിലെ മികവ്, ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ഇടപെടലുകൾ തുടങ്ങിയവയാണ് മികവിന്റെ മാനദണ്ഡമായി പരിഗണിക്കുക. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് കൂടുതൽ അവസരം നൽകും. അതേസമയം കോൺഗ്രസ് അവരുടെ നിലനിൽപ്പിനും വിജയത്തിനുമൊക്കെയായി ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ഭയന്നിട്ടായിരിക്കാം BJP കോൺഗ്രസിനെ പലതും പറഞ്ഞ് കടന്നാക്രമിക്കുന്നത്. പറഞ്ഞുവരുന്നത് കേന്ദ്രമന്ത്രി JP നദ്ദ കോൺഗ്രസിനു നേരെ ഉയർത്തിയ വിമർശനം തന്നെയാണ്. കോൺഗ്രസിന്റെ നേതാക്കളെ വ്യാജ രാജ്യസ്നേഹികൾ എന്ന് വിളിച്ചാണ് BJP അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ രംഗത്ത് വന്നത്. സമൂഹത്തെ വിഭജിക്കുകയും ഒരു കുടുംബത്തെ മാത്രം പരിപാലിക്കുകയും ചെയ്യുന്നുവെന്നും ആരോപിച്ച് അദ്ദേഹം കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. ഇതുവരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരും ചെറിയ മനസ്സുകളുമുള്ള ഈ ആളുകൾ ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നതിൽ സർദാർ പട്ടേൽ നൽകിയ സംഭാവനകൾ അവർ ഓർക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുൾപ്പെടെയുള്ള മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകൾ പഴയ പാർട്ടിയായ കോൺഗ്രസ് മറന്നുവെന്നും നദ്ദ കുറ്റപ്പെടുത്തി. ഈ മഹത്തായ ഇന്ത്യ സൃഷ്ടിക്കാൻ 562 നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഐക്യദാർഢ്യ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും നാളിതുവരെ കെവാഡിയയിൽ പോയിട്ടില്ലെന്ന് എനിക്ക് സങ്കടത്തോടെ പറയേണ്ടി വരുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. രാജ്യത്തെ മറന്ന് രാഷ്ട്രീയത്തിനും സ്വന്തം താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഈ വ്യാജ ദേശസ്നേഹികളോട് രാജ്യത്തെ ജനങ്ങളും യുവാക്കളും സത്യം കാണിക്കുമെന്ന് നദ്ദ ആരോപിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സർദാർ പട്ടേലിന്റെയും മറ്റു ദേശസ്നേഹികളുടെയും സംഭാവനകൾ രാജ്യം ഒരിക്കലും മറക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മഹാത്മാഗാന്ധി, സർദാർ പട്ടേൽ തുടങ്ങിയ നേതാക്കളിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗുജറാത്ത് നൽകിയ സംഭാവനകൾ നദ്ദ അനുസ്മരിച്ചു. 562 നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ ഈ പുണ്യഭൂമിയായ ഗുജറാത്തിൽ ജനിച്ച ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ 2 വർഷത്തിനുള്ളിൽ 562 നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇന്ത്യയെ മഹത്തായതാക്കുന്നുവെന്ന് മോദിയെ പുകഴ്ത്തിക്കൊണ്ടും കോൺഗ്രസിനെ ഇകഴ്ത്തിയും അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ ഇതൊന്നും കേട്ട് രാഹുൽ തന്റെ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ടു പോവില്ല എന്നതാണ് സത്യം.